ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനത്തിന് ഇറാന്റെ വൻ ഫണ്ടിംഗ്. ഇറാൻ വൻതോതിൽ പണം ഹിസ്ബുള്ളയുടെ തിരിച്ചുവരവിനായി ഒഴുക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ദുബായ് വഴി നൂറുകണക്കിന് മില്യൺ ഡോളർ ഇറാൻ ഹിസ്ബുള്ളയ്ക്ക് കൈമാറിക്കഴിഞ്ഞിരിക്കുന്നു. വൻതോതിൽ ആയുധങ്ങൾ സംഭരിക്കുന്നതിനും വൻതോതിൽ സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിനും ഇസ്രായേലിനെതിരെ വീണ്ടും ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുന്നതിനു വേണ്ടിയാണ് ഇറാൻ വൻതോതിലുള്ള ഫണ്ടിംഗ് ഹിസ്ബുള്ളയ്ക്ക് അനുകൂലമായി നടത്തിയത്. നേരത്തെ സിറിയ വഴിയായിരുന്നു ഹിസ്ബുള്ളയുടെ ആയുധ ഇടപാടുകൾ നടന്നിരുന്നത്. ഇറാന്റെ ഫണ്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ വൻതോതിൽ ആയുധങ്ങളാണ് സിറിയയിൽ നിന്നും ഹിസ്ബുള്ളയ്ക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ആക്രമണത്തിൽ സിറിയ ലെബനൻ അതിർത്തി പൂർണ്ണമായും ഇസ്രായേലി സേന തകർത്തരിപ്പണമാക്കി. സിറിയൻ ലെബനൻ ഇടനാഴി അതിർത്തി കടന്നുള്ള ആ ഇടനാഴി പോലും പൂർണ്ണമായും ഇസ്രായേലി സേന തകർത്തരിപ്പണമാക്കി. ഇതോടുകൂടി സിറിയ വഴിയുള്ള ആയുധക്കടത്തിന് എന്നേക്കുമായി വിരാമമായി. ഈ സാഹചര്യത്തിൽ ആയുധങ്ങളില്ലാതെ ഇസ്രായേലിന് നേരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഉഴലുന്ന ഒരു സാഹചര്യമായിരുന്നു ഹിസ്ബുള്ളയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ പതിയെ അതിർത്തി കടന്നുള്ള സ്മഗ്ലിങ്ങിലൂടെ കുറേശ്ശെ ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് ലഭിച്ചു തുടങ്ങി. ഇതിന് പിന്നിലും ഇറാന്റെ നിർണായകമായ ഇടപെടൽ തന്നെയായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു വർഷക്കാലത്തെ വെടിനിർത്തലിനൊടുവിൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ലബനനിലേക്ക് ഇസ്രായേലി സേന ആക്രമണം ശക്തമാക്കിയത്. ഈ ആക്രമണത്തിലാണ് ദിവസങ്ങൾക്ക് മുൻപ് ഹിസ്ബുള്ളയുടെ രണ്ടാമൻ ചീഫ് ഓഫ് സ്റ്റാഫ് ഹൈതം അലി തബാത്തബായിയെ ഇസ്രായേലി സേന വധിച്ചത്. ബെയ്റൂട്ടിന് സമീപമുള്ള ഒരു 9 നില കെട്ടിടത്തിൽ കഴിയുന്നതിനിടയിലാണ് തബാത്തബായിക്ക് നേരെ ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായത്. 3 റോക്കറ്റുകൾ ആ കെട്ടിടത്തിലേക്ക് പതിച്ചു. ഒരു റോക്കറ്റ് പതിച്ചപ്പോഴാണ് തബാത്തബായിയും കൂടെ ഉണ്ടായിരുന്ന 5 പേരും കൊല്ലപ്പെട്ടത് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. തബാത്തബായി ഇറാന്റെ ഏറ്റവും അടുത്ത വ്യക്തിയായിരുന്നു. അതായത് ഹിസ്ബുള്ളയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു ഹൈതം അലി തബാത്തബായി. തബാത്തബായിയുടെ പിതാവ് ഒരു ഇറാനിയൻ വംശജനാണ്. അതുമാത്രവുമല്ല, ആയത്തുള്ള അലി ഖമീനിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയ വ്യക്തി കൂടിയായിരുന്നു ഹൈതം അലി. ഇതുകൊണ്ട് തന്നെ ഹൈതം അലിയുടെ വധത്തിന് പിന്നാലെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ഭീഷണി ഇറാൻ മുഴക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഇറാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴിതാ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ 100 കണക്കിന് മില്യൺ കോടി ഡോളറാണ് ഇറാൻ ഹിസ്ബുള്ളയുടെ തിരിച്ചുവരവിനായി മുടക്കിയത്. അത് നേരിട്ടായിരുന്നില്ല, ദുബായ് വഴിയുള്ള ചില മണി ട്രാൻസ്ഫറുകൾ വഴി, ദുബായ് വഴിയുള്ള ചില ഏജന്റുമാർ വഴി വൻതോതിലുള്ള പണം ഹിസ്ബുള്ളയ്ക്കായി ഇറാൻ ഇറക്കിയിരിക്കുന്നു. ഇറാന്റെ എണ്ണ വരുമാനത്തിന്റെ ഒരു ഭാഗം ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ തിരിച്ചുവരവിനായി ഇറാൻ ചെലവഴിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒരു ഭാഗത്ത് ഹിസ്ബുള്ളയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള അതിരൂക്ഷമായ ബോംബിങ്ങും വ്യോമാക്രമണവും ഇസ്രായേൽ നടത്തുമ്പോൾ ഹിസ്ബുള്ളയെ തിരികെ കൊണ്ടുവരാൻ എണ്ണ വിറ്റുള്ള കോടിക്കണക്കിന് മില്യൺ കണക്കിന് കോടി ഡോളർ ഇപ്പോൾ ഇറാൻ ചെലവഴിച്ചിരിക്കുന്നു. ഏറ്റവും നിർണായകമായ വാർത്തകൾ വരുന്നു. ദുബായ് വഴിയുള്ള സാമ്പത്തിക ക്രയവിക്രയമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ദുബായിലെ ഏജന്റുമാർ മുഖേന വൻതോതിലുള്ള പണം ഇപ്പോൾ ബെയ്റൂട്ടിലേക്ക് ഒഴുക്കിയിരിക്കുന്നു ഇറാൻ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം ഓരോ മണിക്കൂറിലും കൂടുതൽ ശക്തമാക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ നിരായുധീകരണമായിരുന്നു പ്രധാനപ്പെട്ട വെടിനിർത്തൽ കരാറിലെ ഒരു നിബന്ധന. ആ നിരായുധീകരണത്തിൽ നിന്ന് ഹിസ്ബുള്ള പിന്മാറിയിരിക്കുന്നു. ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കാമെന്നും ലെബനനിലെ ഔദ്യോഗിക സേന തെക്കൻ ലെബനന്റെ നിയന്ത്രണം ഏറ്റെടുക്കാമെന്നുമായിരുന്നു ഇസ്രായേലുമായുള്ള കരാർ. എന്നാൽ തെക്കൻ ലെബനനിലെ നിയന്ത്രണം ലെബനൻ ഔദ്യോഗിക സേന ഏറ്റെടുത്തില്ലെന്ന് മാത്രമല്ല, അവിടെ ഇപ്പോഴും ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ട്. ഹിസ്ബുള്ള ആയുധങ്ങൾ താഴെ വയ്ക്കാൻ തയ്യാറായിട്ടില്ല. ലെബനൻ ഭരണകൂടത്തിന് മുന്നിൽ ആയുധങ്ങൾ വയ്ക്കാമെന്നും ലെബനൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങാമെന്നുമായിരുന്നു ഹിസ്ബുള്ള നേരത്തെ നൽകിയ വാഗ്ദാനം. എന്നാൽ ആ വാഗ്ദാനം പൂർണ്ണമായും നിറവേറ്റാൻ
എന്നാൽ ആ വാഗ്ദാനം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഹിസ്ബുള്ള ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വെടിനിർത്തൽ കരാറിന്റെ പ്രസക്തിയില്ലെന്നും ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇനിയും ആക്രമണങ്ങൾ ഓരോ മണിക്കൂറിലും രൂക്ഷമാക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ 669 ആക്രമണങ്ങളാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേലി സേന നടത്തിയത്. ഇതിൽ അധികവും തെക്കൻ ലെബനനെ കേന്ദ്രീകരിച്ചായിരുന്നു. ബെയ്റൂട്ടിൽ കഴിഞ്ഞ ആഴ്ചയാണ് ബെയ്റൂട്ടിൽ വീണ്ടും ഇസ്രായേലി സേന ആക്രമണം നടത്തിയത്. ബെയ്റൂട്ടിൽ നടത്തിയ ഈ ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാവ് ഹൈതം അലി തബാതബായി കൊല്ലപ്പെട്ടത്. നേരത്തെ ഹസൻ നസറുള്ള അടക്കമുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ, ഒന്നാം നിരയും രണ്ടാം നിരയും മൂന്നാം നിരയിലും പെട്ട നേതാക്കന്മാരെ ഒക്കെ തന്നെ ഇസ്രായേലി സേന വധിച്ചിരുന്നു. അതിനുശേഷം നയീം ഖസീം ഹിസ്ബുള്ളയുടെ തലവനായി ചുമതലയേറ്റുവെങ്കിലും പിന്നീട് നയീം ഖസീമും ഇറാനിലോ മറ്റേതെങ്കിലുമൊക്കെ രാജ്യത്തോ ഒളിവിലാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇപ്പോഴിതാ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്ബുള്ള നേതാവിനെ കൂടി ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു. അതിന് പിന്നാലെ വരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം, ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി $100 മില്യൺ ഇറാൻ സാമ്പത്തികമായി ചെലവഴിച്ചു എന്നുള്ള വിവരമാണ്. ദുബായിയെ ഇടനിലക്കാരാക്കിക്കൊണ്ട് ദുബായ് വഴി കോടിക്കണക്കിന് രൂപ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ഇറാൻ ചെലവഴിച്ചിരിക്കുന്നു, ബെയ്റൂട്ടിലേക്ക് ചെലവഴിച്ചിരിക്കുന്നു. ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ വാങ്ങാൻ, ഹിസ്ബുള്ളയുടെ സൈനികരെ കൂടുതൽ നിയമിക്കാൻ, ഹിസ്ബുള്ളയുടെ സാമ്പത്തിക ഉറവിടമായി ഇറാൻ മാറിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത്.